ഇത്രയും പ്രായമായില്ലേ, ഇനി എൻ്റെ മുടി വളരുകയൊന്നുമില്ല എന്നുള്ളത് വെറും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മുടി നിര കുറയ്ക്കാൻ കൂടി ഈ പാക്ക് സഹായിക്കുന്നതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ 60 വയസ്സും 70 വയസ്സൊന്നും ഒരു പ്രായമേ അല്ല. ഈ പ്രായത്തിൽ നമുക്ക് നന്നായി തന്നെ മുടി വളർത്താൻ പറ്റും. പക്ഷേ ചിലർക്കെങ്കിലും കണ്ടിട്ടില്ലേ, മുടി തീരെ ഉള്ളില്ലാതെയും കൊഴിഞ്ഞു പോയിട്ടൊക്കെ. അത് നമ്മളുടെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ വരുന്നത്. ചിലരെങ്കിലും കരുതുന്നുണ്ടാവും, എനിക്ക് പ്രായമായില്ല, ഇനി മുടി വളരില്ല എന്ന് കരുതി നന്നായി എണ്ണ തേക്കാതെയും ഒരു പരിചരണവും നൽകാതിരിക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചു തരുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ പാക്കാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെറുപയർ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കറിവേപ്പില തന്നെ എടുക്കുന്നതായിരിക്കും നല്ലത്. അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കത് തലേ ദിവസം ഒന്ന് കുതിരാനായിട്ട് വെക്കണം. അതിന് വേണ്ടത് നമ്മൾ പച്ചരി കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ. പച്ചരി കഴുകിയെടുത്ത വെള്ളം എന്ന് പറയുമ്പോൾ അരി നന്നായി കഴുകിയതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഒന്ന് കുതിർത്ത് വെക്കണം. ആ കുതിർന്ന അരിയുടെ വെള്ളമാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അരി കഴുകിയതിന് ശേഷം ആവണം കുതിരാനായി വെക്കേണ്ടത്. റൈസ് വാട്ടറിൽ ഇനോസിറ്റോൾ എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും നന്നായി വളരാനും ഫോളിക്കിൾസിനെ ബൂസ്റ്റ് ചെയ്യിക്കാനുമുള്ള ഒരു കഴിവ് ഇതിന് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അരി കഴുകിയ വെള്ളം ഉപയോഗിക്കണം എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റ് എന്താണെന്ന് വെച്ചാൽ പേരയിലയാണ്. പേരയില നമ്മൾ തളിരില തന്നെ എടുക്കാൻ ശ്രമിക്കണം. ഞാനിതാ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നലെയൊക്കെ നല്ല മഴയായതുകൊണ്ട് എനിക്ക് പറിക്കാൻ പറ്റിയില്ല. ഇന്ന് മഴ കുറച്ച് കുറവായതുകൊണ്ട് ഞാനിത് പറിച്ചെടുക്കാമെന്ന് എഴുതി. ഇത് തളിരില നോക്കി തന്നെ പറിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തൈ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് എടുക്കുന്നതായിരിക്കും നല്ലത്. പേരയിലയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസും ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്ക്, ഡാൻഡ്രഫ്, ഇച്ചിങ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക്, പിന്നെ മുടി പൊട്ടിപ്പോകുന്നത്, ഡ്രൈനെസ്, ഇതൊക്കെ മാറ്റാൻ നമ്മുടെ ഈ പേരയിലേക്ക് സാധിക്കുന്നുണ്ട്. ഈ പേരയിലയുടെ ഓയിൽ നമ്മൾക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഗുവാവ ഓയിൽ വാങ്ങാൻ കിട്ടുന്നുണ്ട്. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് വളരെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതൊക്കെ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങേണ്ട സാധനമാണ്. ഇത് നമ്മുടെ പറമ്പിൽ തന്നെയുള്ള പേരയില ഉണ്ടാകുമ്പോൾ നമ്മൾ അതിൻ്റെ ഒന്നും പുറകെ പോകേണ്ട ഒരാവശ്യമില്ല കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ഫ്രഷ് ആയിട്ടുള്ള പേരയില വെച്ച് തന്നെ നമ്മൾക്ക് നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. ഞാൻ ഇതാ തളിരിയില പറിച്ചിട്ടുണ്ട്. ആ കാണുന്നതൊക്കെ എൻ്റെ നീലമരി ചെടികളാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി ഇലയാണ്. ഞാൻ ചെമ്പരത്തി തൈരടുത്തേക്ക് പോവാം. അപ്പോൾ ഇവിടെ കാടൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് തന്നെ പറിച്ചെടുക്കാൻ എളുപ്പമാണ് എനിക്ക്, അല്ലെങ്കിൽ പറമ്പിൽ ഇറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചെമ്പരത്തി ഇല പറിച്ചെടുക്കുന്നുണ്ട്. നമുക്കറിയാലോ, നമ്മുടെ മുടി ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയാണ് ചെമ്പരത്തി ഇല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇതിൻ്റെ കൂടെ വേറെ ഷാമ്പു ഒന്നും ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ടാണ് കുറച്ച് ചെമ്പരത്തില കൂടി പറിച്ചെടുത്തിട്ടുണ്ട്. ഈ പേരയില ഇതുപോലെയുള്ളതാണ് കേട്ടോ. അവിടെ നല്ല തളിരിലയാണ്. അത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. എന്തായാലും നമ്മൾ പറിച്ചെടുത്തല്ലേ, അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം ഉപയോഗിക്കാൻ. ഇനി നമ്മൾ തലേ ദിവസം കുതിരാനായി വെച്ച ചെറുപയറുണ്ടല്ലോ, അത് നന്നായി തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുക. ഇനി ഇത് നന്നായി അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ ഈ മുഴുവനായും വെള്ളത്തോട് കൂടി അരച്ചെടുക്കരുത്. ഒന്ന് അരിഞ്ഞതിന് ശേഷം നമുക്ക് കുറേശ്ശേ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾ നല്ല മുടി കൊഴിച്ചിലുള്ളവരാണെങ്കിൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഇത് കാണിച്ചു തരുന്നത്. പലർക്കും മുടി ചീകുമ്പോൾ തന്നെ മുടി ചീർപ്പിൽ നന്നായി തന്നെ മുടി പൊട്ടിപ്പോകുന്നുണ്ടാവും. അല്ലാതെ തന്നെ റൂമിലൊക്കെ അടിച്ച് വാരുമ്പോൾ നമ്മളെ മുടി ധാരാളം കിട്ടുന്നുണ്ടാവും. അത് നല്ല മുടി കൊഴിച്ചിലിൻ്റെ ലക്ഷണമാണ്. അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട്, എനിക്കിങ്ങനെ കഷണ്ടി ആവാറായി, ഉള്ളിലൊന്നും തീരെ മുടിയില്ല എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഹെയർ മാസ്ക് ഇടുമ്പം ഒരിക്കലും കട്ടിയില്ല ഹെയർ മാസ്ക് ഇടരുത് കേട്ടോ. ആദ്യം ഇതുപോലെ ഞാനിപ്പോൾ ചെയ്യുന്നത് പോലെ ഉണ്ടാക്കി വേണം ഇടാൻ. കാരണം ഒരുപാട് തിക്ക് പാക്കൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ എല്ലാവരും മുടിയിലിട്ട് കഴിഞ്ഞാൽ ഈ നല്ല മുടി കൊഴിച്ചിലുള്ളവർക്ക് എന്താവും, അത് ഉണങ്ങിക്കഴിയുമ്പോൾ അതിനോടുകൂടി തന്നെ ഉള്ള മുടിയും കൂടി അങ്ങ് പോകുന്നതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇതുപോലെയുള്ള പാക്ക് തന്നെ ഇടണം. ഇത് നല്ല കട്ടിയുള്ള മുടിയാണ് നിങ്ങളിത്. കാരണം അധികം മുടി കൊഴിച്ചിലില്ല എന്നുണ്ടെങ്കിൽ തിക്ക് പാക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ചെമ്പരത്തിയിലയും പേരയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില നമ്മുടെ മുടി വളർച്ചയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. മല്ലിയിലയിൽ വൈറ്റമിൻ എ, സി, കെ ഇത്രയും ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളുടെ ഫോളിക്കിൾസ് സ്ട്രെങ്തൻ ചെയ്യാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും പിന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും എല്ലാം സഹായിക്കുന്ന ന്യൂട്രിയൻസ് ഈ മല്ലിയിലയിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഈ മല്ലിയില ഒരിക്കലും ഒഴിവാക്കരുത്.
പിന്നെ നമുക്ക് വേണ്ടത് സവോളയാണ്. സവോള നീര് നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. സവോളയ്ക്ക് പകരം നിങ്ങൾക്ക് ചെറിയുള്ളി വേണമെങ്കിലും എടുക്കാം. ഈ ഉള്ളി നീര് നമ്മൾ വെറുതെ സ്കാൽപ്പിൽ തേച്ച് കൊടുത്താലും നമ്മുടെ ഹെയർ ഗ്രോത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഓയിലും നമ്മൾക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ മാർക്കറ്റിൽ ഒനിയൻ ഓയിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. മിക്സിയിൽ നന്നായി ഉള്ളി അരച്ചതിന് ശേഷം ഒരു അരിപ്പയിലോ തുണിയിലോ വെച്ച് നന്നായി അരിച്ചെടുക്കണം. ആ നീരിലേക്ക് നമ്മൾ കാസ്റ്റർ ഓയിൽ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ നന്നായി ഒന്ന് തേച്ച് പിടിച്ചാൽ മതി. അത് ആഴ്ചയിൽ 1-2 ദിവസം ചെയ്താൽ നമ്മുടെ മുടി നന്നായി തന്നെ വളരുന്നതാണ്. ഇനി നിങ്ങൾക്ക് നീരിറക്കം വരുന്ന ഒരാണെങ്കിൽ നമ്മൾ ഇതിലേക്ക് കുറച്ച് തുളസി ഇല കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കർപ്പൂര തുളസിയാണ് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിന് വരെ കൂർക്കയിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാനിതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. നൈലോൺ ഷോൾ ഉപയോഗിച്ച് നമുക്കിത് അരിച്ചെടുക്കാം. ഇതിലാണ് ഏറ്റവും വേഗത്തിൽ നമുക്ക് അരിച്ചെടുക്കാൻ പറ്റുന്നത് കേട്ടോ. അരിപ്പയിലൊന്നും നമുക്കിത് പെട്ടെന്ന് അരിച്ചെടുക്കാൻ പറ്റില്ല. മുടി കൊഴിച്ചിലുള്ളവർ പ്രത്യേകിച്ചും ഒരു പാക്കും അരിക്കാതെ തലയിലിടരുത് കേട്ടോ. പിന്നെ തീരെ മുടി കൊഴിച്ചിലില്ലാത്തവർക്ക് അത് അത്ര ബാധിക്കുന്നില്ല. അതങ്ങനെ അവർക്ക് മുടി കൊഴിച്ചിലൊന്നും വരില്ല. മുടി വളരാനായിട്ട് നമ്മൾ ഹെയർ പാക്ക് ഇടുന്നവർ നല്ല തിക്ക് ഹെയർ ഉള്ളവർ അവരുടെ ഓരോ മുടിയും അറ്റം നേരിയതായിരിക്കില്ല, കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ളവർ ഇതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ അല്ലാത്തവർ നന്നായി അരിച്ച് തന്നെ വേണം. മുടി കൊഴിച്ചിലില്ലാത്തവരാണെങ്കിൽ ആ പാക്ക് അതുപോലെ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം. ഇതുപോലെ അരിച്ചെടുക്കേണ്ട ഒന്നും ആവശ്യമില്ല. ഞാൻ പ്രത്യേകം പറഞ്ഞല്ലോ, അധികം ഡ്രൈ ആവാനും മുടിയിൽ വെക്കരുത് മുടി കൊഴിച്ചിലുള്ളവർ. ഇപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ പീച്ചിട്ട് നമുക്ക് കളയാനുള്ളതാണ്. അപ്പോൾ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം. ഇത് നമുക്ക് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. നമ്മൾ ഡെയിലി തല കുളിക്കണമെന്നൊന്നുമില്ല. പക്ഷേ നിങ്ങൾ കുളിക്കുന്ന ദിവസം അരമണിക്കൂർ മുന്നേ നല്ലൊരു ഹോട്ട് ഓയിൽ മസാജ് കൊടുക്കുക തലയിൽ. നമ്മൾ ഏത് ഓയിലാണോ തേക്കുന്നത് അത് വെച്ച് ചെയ്തതിന് ശേഷം വേണം തലയിലിട്ട് കൊടുക്കുക. എൻ്റെ മുടിയിൽ കണ്ടപ്പോൾ നരയൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ നാളെയാണ് ഹെയർ ഡേയുടെ വീഡിയോ എടുക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വേറെ ഒന്നും തേക്കാതെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നാളെ ആ വീഡിയോ എടുത്തിട്ട് വേണം ആ പാക്ക് തലയിലിട്ട് കൊടുക്കാൻ. അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ട്, ഹെന്നയും നീലയമരൊക്കെ അലർജി ഉള്ളവർക്ക് അതില്ലാത്ത നാച്ചുറൽ ഡൈ വേണമെന്ന്. അതാണ് അടുത്ത വീഡിയോ. ഇപ്പോൾ ഇതുപോലെ കെട്ടി കൊടുത്താൽ മതി. ഒട്ടും മുമ്പിലേക്കൊന്നും വെള്ളം ലീക്ക് ചെയ്ത് വരില്ല. അപ്പോൾ ഞാനിതാ ചുറ്റും കെട്ടിയതുപോലെ അരമണിക്കൂറിന് ശേഷം കുളിച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി നല്ല സിൽക്കി ആൻഡ് ഷൈനി ആയിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.